ഹലോ, നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇന്നത്തെ യാത്ര എങ്ങോട്ടും അല്ല, നമ്മൾ മൈസൂർ ദസറ കാണാമെന്ന് വിചാരിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി അല്ലൂസിനൊരു പ്രത്യേകത ഉണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അപ്പം അവനക്ക് വിശക്കും. അത് അവൻ്റെ മാത്രമുള്ള പ്രത്യേകതയാണെന്ന് എല്ലാ കുട്ടികൾക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവനക്ക് വിശക്കും എന്ന് പറഞ്ഞിട്ട് അവനൊരു ബൂസ്റ്റും ഞങ്ങളെല്ലാവരും ഒരു ചായയൊക്കെ കഴിച്ചു കേട്ടോ. ചായ കുടിക്കാൻ തന്നെ 10-15 മിനിറ്റ് എടുത്തു കേട്ടോ. കാരണം ചൂടാറിയിട്ട് അവനതൊക്കെ കുടിച്ച് അവന് കഴിച്ചിട്ടേ വണ്ടി എടുക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അവനക്ക്. അപ്പോൾ നമ്മളത് കഴിച്ചേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്നത് എവിടുന്ന് നിലമ്പൂർ വഴിയാണ്. നമ്മളിവിടുന്ന് പോകുമ്പോൾ നമുക്ക് നിലമ്പൂർ വഴിയേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നിലമ്പൂർ വഴി പോയിട്ട് നാടുകാണി വഴി അങ്ങനെയാണ് മൈസൂർ കയറുന്നത്. അല്ലൂസിന് എപ്പോഴും വിശക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി ചിപ്സും കാര്യങ്ങളും അവൻ്റെ ലേസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മേടിച്ച് വരും. കാരണം അവനക്ക് എപ്പോഴും വിശപ്പ് ഇത്തിരി കൂടുതലാണ്. കാരണം അവന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. കുട്ടികളല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 2-3 വട്ടം നിലമ്പൂർ വഴിയാട്ടോ പോയത്. നിലമ്പൂർ കഴിഞ്ഞ് നാടുകാണിക്ക് എത്തിയപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നിലമ്പൂർ. ആ ഒരു ഹിൽ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇതുണ്ടായിരുന്നു നാടുകാണിയൊക്കെ. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് എന്ന് വെച്ചാൽ നല്ല ലൈറ്റിൻ്റെ ഇതൊരു പ്രത്യേക ആകർഷണം കേട്ടോ. നമുക്ക് കാണുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ഇത്. നമ്മൾ എത്തിയപ്പോൾ അവിടെ ഒരു 10-10:30 ആയിട്ടോ. എന്തായാലും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മൈസൂർ പാലസും കാര്യങ്ങളൊക്കെ ലൈറ്റും കൊണ്ട് അലങ്കരിച്ച്. ഇതിൻ്റെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ വിജയദശമിൻ്റെ അന്നാണ് ഇവർ ലാസ്റ്റത്തെ ദിവസം, 10ാമത്തെ ദിവസം വിജയദശമിൻ്റെ അന്നാണ് ഇവർ ആഘോഷിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. പക്ഷെ 10ാമത്തെ ദിവസം ആണ് കൂടുതൽ ഭംഗി കേട്ടോ. 1 ലക്ഷത്തോളം ബൾബ് ഉണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്, ലൈറ്റ്. എന്താണേലും നമ്മളിവിടെ എത്തിയപ്പോൾ ഇങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഈ ഒരു 10:30-11 മണിക്കൊക്കെ ആൾക്കാരുണ്ട് കണ്ടോ, ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ. മൈസൂർ പാലസ് ഈ രാത്രി ലൈറ്റിൽ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ. നമ്മളും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലൂസ് ഉറങ്ങിയതുകൊണ്ട് അല്ലൂസിന് ഇതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പരിപാടിക്ക് ഓടാൻ പറ്റില്ല. ഇത് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോരാട്ടുണ്ടായത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ കുതിരേൻ്റെ വണ്ടിയിലൊക്കെ ആൾക്കാർ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ലൈറ്റാണ് കേട്ടോ, ഇതിൻ്റെ ലൈറ്റിലാണ് ഇത്രയും വെളിച്ചം ഇവിടെ നിൽക്കുന്നത്. Sitting in the basement apartment I rented with you, remembering the holiday party we had with നമ്മൾ വഴി തെറ്റിയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഈ പാലസ് 2-3 പ്രാവശ്യം നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ എത്ര സമയം റൗണ്ട് ചെയ്താലും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏത് സമയത്തും ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു പകൽ പോലെയുള്ള തിരക്ക് രാത്രി ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനും കപ്പിൾസും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ. നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരുപാട് കേലു വണ്ടികളുണ്ടായിരുന്നു. ഞാനും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. following the leader down 8th Street to get what we can. അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് പോരുമ്പം ഏകദേശം 12:45-1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ഒന്നാമത് റോഡ് അറിയുന്നില്ല, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് സത്യം കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു നല്ല ഭംഗി. അപ്പോൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ടിരിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു.
ഇവരെ ഏറ്റവും വലിയ ആഘോഷമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇത്. കാരണം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണിത്. 10ാമത്തെ ദിവസമാണ് കൂടുതൽ ഭംഗി. 7 മണി മുതൽ ഒരു 10:30 11 മണി വരെ ഇവർ ഈ ലൈറ്റ് ഇടുമെന്നാണ് പറയുന്നത്. പക്ഷെ 11 മണി വരെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ തിരിച്ച് പോരുന്നവരെ ആ ലൈറ്റ് ഉണ്ടായി. നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ ഒരു 12 12:45 ആയിട്ടുണ്ട്. അപ്പോഴും ഈ ലൈറ്റിനൊന്നും ഒരു ഇതുമില്ല കേട്ടോ. അവർ കെടുത്തിയിട്ട് അങ്ങനെ ഓഫ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഈ ലൈറ്റ് ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എന്താ ഭംഗി കാണാൻ. നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ ചെന്നിട്ട് അലങ്കരിക്കില്ല, അങ്ങനത്തെ ഒരു ഭംഗിയായിരുന്നു കാണാൻ. നമ്മളിത് ഫസ്റ്റ് ടൈം ആട്ടോ, ദസറ ഇങ്ങനത്തെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. കൂടുതൽ ഭംഗി എന്താണെന്ന് വെച്ചാൽ മൈസൂർ പാലസ് ആട്ടോ. മൈസൂർ പാലസിൻ്റെ ചുറ്റുഭാഗമാണ് ഇത്. ഈ റോഡുകളൊക്കെ അലങ്കരിച്ചിരുന്നത്. മൈസൂർ പാലസ് കാണാനാണ് കൂടുതൽ ഭംഗി. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരം, അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ, ലൈറ്റുകൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവർ അലങ്കരിച്ചിട്ടുണ്ട് ലൈറ്റും കൊണ്ട്. അതും പല കളർ ലൈറ്റാട്ടോ. കാണുമ്പോഴേ നമുക്ക് കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കി പോകാൻ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പല കളർ കേട്ടോ. കുറച്ചും കൂടി വിട്ടിങ്ങോട്ട് പോരുമ്പം വെറൈറ്റി കളറുകളാണ്. മരങ്ങളൊക്കെ കണ്ടോ, മരങ്ങളൊക്കെയാണ് ഇവർ ഇത്രയും ഇതിൽ അലങ്കരിച്ചിട്ടുള്ളത്. എന്തോ ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.